with Journey Through Books. और कल सुनता सर A journey through books with Maya and Shabu. Only on Life with It. Very good morning to you, Shabu. മോർണിംഗ് മായ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏത് പുസ്തകത്തിലൂടെയാണ് പോകാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഹരീഷ് എഴുതിയ നോവലാണ് പട്ടുനൂൽ പുഴു എന്നാണ് ഈ നോവലിന്റെ പേര്. അദ്ദേഹത്തിന്റെ മീശ എന്ന് പറയുന്ന നോവൽ, അതുപോലെ തന്നെ ഓഗസ്റ്റ് 17 എന്ന് പറയുന്ന നോവൽ, അതിനൊക്കെ ശേഷമുള്ള മൂന്നാമത്തെ നോവലാണ് പട്ടുനൂൽ പുഴു. സിൽക്ക് വർം. അതെ, പട്ടുനൂൽ പുഴു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു സിനിമയിൽ ഒരു വൈറ്റ് ഷോട്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ക്യാരക്ടറിനെ പറയുമ്പോൾ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്നാണ് നമ്മൾ നോക്കി കാണുന്നത്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പലതും നമുക്ക് സംഭവിപ്പിക്കാം, വേണമെങ്കിൽ ഹ്യൂമർ പറയാം, ഒക്കെ ചെയ്യാൻ പറ്റും. പല 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 സംഭവങ്ങൾ അവിടെ കൊണ്ടുവരാം. പക്ഷേ കുറെ കൂടി ഒരു ക്ലോസ് ആയിട്ട് സൂം ആയിട്ട് ഒരു ക്യാരക്ടറിന് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണ്. അവിടെ നമുക്ക് വേറെ ഒരു ഗിമ്മിക്കും കാണിക്കാനില്ല. ക്യാരക്ടറിന്റെ എന്താണോ ഉള്ളിലുള്ളത് അത് റിഫ്ലക്ട് ചെയ്യാനേ പറ്റൂ. ആക്ച്വലി പട്ടുനൂൽ പുഴു എന്ന് പറയുന്നതിനെയും അങ്ങനെ പറയാം. അദ്ദേഹം പറയുന്നത് പോലെ ക്യാരക്ടറിന്റെ ഉള്ളിൽ നിന്നാണ് ഇതിന്റെ റിഫ്ലക്ഷൻസ് മുഴുവൻ വരിക. അതത്ര എളുപ്പമല്ല. ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ഒരു എഴുത്തുകാരൻ, ഒരു മനുഷ്യനുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഹരീഷ് പട്ടുനൂൽ പുഴു എന്താണെന്ന് പറഞ്ഞതിന് ശേഷം കഥയിലേക്ക് വരാം. എൻ്റെ മൂന്നാമത്തെ നോവലാണ് പട്ടുനൂൽ പുഴു. ആദ്യത്തേത് മീശ, രണ്ടാമത്തേത് ആഗസ്റ്റ് 17. എഴുത്തിലെ വ്യത്യാസങ്ങളൊക്കെ വായനക്കാരാണ് പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാരണം നോവൽ എന്ന് പറയുന്നത് ഒരു എറിഞ്ഞ കല്ലാണ്, എഴുത്തുകാരൻ്റെ കൈവിട്ടു പോയ കാര്യമാണ്. പിന്നെ അതിന്മേലുള്ള വായനയുടെ പൂർണ്ണ അവകാശം തീർച്ചയായിട്ടും വായനക്കാർക്ക് തന്നെയാണ്. പക്ഷേ ഞാൻ കരുതുന്നത് പട്ടുനൂൽ പുഴു എൻ്റെ മറ്റു രണ്ട് നോവലുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ നോവലാണെന്നാണ്. കാരണം മറ്റു രണ്ട് നോവലുകളിൽ ഞാൻ കുറച്ചുകൂടി ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ ലൗഡായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു, ഹ്യൂമർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ധാരാളം ക്യാരക്ടേഴ്സ് ഉള്ളതായിരുന്നു ആ രണ്ട് നോവലുകളും. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി മനുഷ്യരെ അടുത്ത് നിന്ന് കാണാൻ ശ്രമിക്കുന്ന നോവലാണ്. അവരുടെ മാനസിക വിചാരങ്ങളെ അറിയാൻ ശ്രമിക്കുന്ന നോവലാണ്. മറ്റു രണ്ട് നോവലുകളെ അപേക്ഷിച്ച് കുറച്ച് കഥാപാത്രങ്ങളെ ഇതിലുള്ളൂ. പിന്നെ പ്രധാനമായിട്ടും ഒരു ചെറിയ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അവൻ്റെ കാഴ്ചയിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ കുടുംബത്തെയും അവൻ്റെ തകർന്നു പോകുന്ന ജീവിതത്തെയും അവൻ്റെ ചുറ്റുപാടുകളെ കാണാൻ ശ്രമിക്കുന്ന ഒരു നോവലാണ് പട്ടുനൂൽ പുഴു. അതോടൊപ്പം ചുറ്റുമുള്ള വളരെ കുറച്ച് പേരുടെ കഥയും പറയുന്നു. ഏതാണ്ട് 1992 ഈ കഥയുടെ പശ്ചാത്തലം. അവിടെ നിന്ന് പുറകോട്ടും കഥ പോകുന്നുണ്ട്. പുറകോട്ട് കുറച്ച് കാലങ്ങളിലേക്കുമൊക്കെ കഥ പോകുന്നുണ്ട്. സമയത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ആഖ്യാന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംഭാഷണങ്ങൾ കുറച്ച് കൂടുതലും നറേഷൻ എന്ന രീതിയിലാണ് കഥ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അധികം സങ്കീർണ വാചകങ്ങളില്ലാതെ ലളിതമായ മലയാളത്തിൽ എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം കൂടുതൽ ആത്മവിചാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു കൃതിയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലളിത ഭാഷയിലാകും. കാരണം നമ്മൾ മനസ്സിൽ സ്വയം ചിന്തിക്കുന്നത് എപ്പോഴും സങ്കീർണ ഭാഷയിലല്ല, അലങ്കാരങ്ങൾ ഉപയോഗിച്ചല്ല, വളരെ ലളിതമായ ഭാഷയിലായിരിക്കും. അതിൽ കൂടെ ഒരു ലിറ്ററേച്ചർ ക്വാളിറ്റി ഉണ്ടാക്കാനാണ് ഈ നോവൽ ശ്രമിച്ചിരിക്കുന്നത്. വായനക്കാർ അതിനെ വിലയിരുത്തട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ആക്ച്വലി ഒരു വലിയൊരു പോയിന്റ് ആണ്. കാരണം ഞാനിപ്പോൾ റീസെന്റ് ഞാൻ വായിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു കഴിവെന്ന് പറയുന്നത് വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ച് ഒരു കാര്യം കൺവേ ചെയ്യുന്നതിലല്ല, അതൊരു കൊച്ചുകുട്ടിക്ക് വരെ മനസ്സിലാക്കുന്ന രീതിയിൽ കൺവേ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഇന്റലിജൻസ് പുറത്തോട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുക. മാത്രമല്ല, ഇതിനകത്ത് ഒരു സാംസ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയിലൂടെയാണ് കഥ പോകുന്നത്. ഒരു 13കാരനിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ സങ്കീർണമായ വാക്കുകളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നത്. കഥ ഞാൻ പറഞ്ഞു പോകുന്നില്ല, കാരണം കഥ പറയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, സാംസ എന്ന് പറഞ്ഞൊരു കുട്ടിയിലൂടെ, അവന്റെ വീട്ടില് അവൻ വളർത്തുന്ന ഇലു എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയിലൂടെ, അവന്റെ അമ്മ ആനിയിലൂടെ, അവന്റെ അച്ഛൻ വിജയനിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു നാട്ടുപരിസരത്തെ കഥയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സാംസ എന്ന് പറയുന്ന ഒരു പേര്. നമ്മൾ ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് എഴുത്തുകാരുടെ ഒരു വലിയ ബ്രില്യൻസ് ആണ്. ഉദാഹരണത്തിന് MTയുടെ കഥാപാത്രങ്ങളിൽ സേതു എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഇപ്പൊ കാലത്തിലെ സേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേതുവിന് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, എല്ലാം തടസ്സങ്ങളാണ്. സേതു എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് തന്നെ തടസ്സം എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ വെറുതെ നമ്മളൊരു പേരിടുകയല്ല. അതുപോലെ ഈ പറഞ്ഞ പോലെ വിജയൻ എന്നാണ് ഇവിടെ സാംസയുടെ അച്ഛന്റെ പേര്. വിജയൻ പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്ത ബിസിനസ്സുകളെല്ലാം പരാജയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ പേരെന്ന് ആലോചിച്ച് നോക്കൂ, വിജയൻ. ഞാൻ പറഞ്ഞാൽ ഈ പേരിട്ടതിന് ശേഷമാണല്ലോ പിന്നീട് സംഭവിക്കുക. പക്ഷേ ഇപ്പൊ സേതു എന്ന് പറഞ്ഞ പേരാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്നും പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഇവിടെ സാംസ എന്ന് പറഞ്ഞ പേര് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പേരല്ല. പിന്നെ അങ്ങനെ സാംസ എന്ന പേര് കിട്ടി എന്നുള്ളത് വളരെ കൗതുകമാണ്. സാംസ എന്ന പേര് കൊടുക്കുന്നത് അവിടുത്തെ ലൈബ്രറിയനാണ് ഈ വിജയൻ, അതായത്
സാംസയുടെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്ന, സാംസയുടെ അച്ഛൻ ഈ ലൈബ്രറിനോട് പറയുന്നത്, എനിക്കൊരു മോൻ ജനിച്ചു, ഒരു പേര് വേണമല്ലോ എന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞു, നിന്റെ മോനാകുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായ പേര് വേണമല്ലോ, ഒരു കാര്യം ചെയ്യും, സാംസ എന്ന് ഇട്ടോ. അപ്പൊ പറഞ്ഞു, സാംസയോ? അത് അവന്റെ അമ്മയുടെ ജാതി പേര് വെച്ചിട്ടാണ്, ആനി എന്നാണല്ലോ പേര്, അപ്പൊ അത് വെച്ചിട്ട് ഇനി ക്രിസ്ത്യൻ പേരിട്ടതാണ്. അപ്പൊ പറഞ്ഞു, അതൊന്നുമല്ല, ഇത് പുസ്തകത്തിലുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിലുള്ളത്. അത് കാഫ്കയുടെ, നമ്മുടെ ഫ്രാൻസ് കാഫ്കയുടെ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന കഥയിലുള്ളതാണ്. ഞാൻ അവിടെ ഈ സാംസയെയും ഈ മെറ്റാമോർഫോസിസിലെ ഗ്രിഗർ സാംസ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൂടി ഒന്ന് പറഞ്ഞുതരാം. ഗ്രിഗർ സാംസ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. അവന്റെ അച്ഛനും ബിസിനസ്സൊക്കെ നടത്തി പരാജയപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിലെ ഒരു ഏണറായിട്ട്, അതായത് പൈസ സമ്പാദിക്കുന്ന മണി ഏണറായിട്ട് ഈ സാംസ മാറുകയാണ്. മെറ്റാമോർഫിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഈ പറഞ്ഞ ഹാർഡ്ഷിപ്പ് ഒന്നും ആരോടും പരാതി പറയാതെ എല്ലാം ഏറ്റെടുക്കുകയാണ്. അപ്പൊ അച്ഛൻ്റെ പതനം, അതിനുശേഷം പണം ഉണ്ടാക്കാനുള്ള പ്രയാസം, അതിനുശേഷം വളരെ പെട്ടെന്ന് സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയും ഈ ഗ്രിഗർ സാംസ എന്ന് പറയുന്ന ക്യാരക്ടർ പിന്നീട് ഒരു ഇൻസെക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ് ഫ്രാൻസ് കാഫ്കയുടെ കഥാപാത്രം. പക്ഷെ ഇവിടെ സാംസ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്, അവൻ മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ കാണുന്നു അവന്റെ പറമ്പിൽ, അതിനും ഒരു പേര് കൊടുക്കുന്നുണ്ട് ഈ ലൈബ്രറിയൻ, നടാഷ. ആ നടാഷ എന്ന് പറയുന്നതും ലോകപ്രസിദ്ധമായ ഒരു പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. അപ്പോൾ വെറുതെ അല്ല ഹരീഷ് പേരുകൾ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കഥ ഇത്രയേ ഉള്ളൂ. ഒരു നാടൻ പരിസരത്ത് ഒരു സാംസ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും അവന്റെ കുടുംബം, അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്തേക്ക് വളരെ സിമ്പിളായ ലാംഗ്വേജിൽ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഹരീഷിന്റെ ഈ പട്ടുനൂൽ പുഴുവിന്റെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അതായത് സാംസ എന്ന് പറയുന്ന ക്യാരക്ടർ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലെല്ലാം നിൽക്കും. നമ്മുടെ മനസ്സിലേക്ക് പ്രോബബ്ലി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഫസ്റ്റ് വന്നത് സാംസങ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പേര് മറന്നു പോകണ്ട. എന്തായാലും ഈ ഒരു പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് അവൈലബിൾ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വി വിൽ ലൈവ് ഓൺ our Facebook page as well. A journey